ഇതാ മോനെ, ഞാൻ നിന്നോട് ദേഷ്യം പറഞ്ഞാൽ നീ ഞങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യുമോ? എന്താന്ന് വെച്ചാൽ പറ, കേട്ടിട്ട് ഞാൻ പറയും വോട്ട് ചെയ്യുമോ ഇല്ലയോ. ഇതാ എനിക്കൊരു കാര്യം അറിയാം, മാർക്കറ്റിൽ നിനക്ക് പുതിയ ഡ്യൂപ്പ് ഇറങ്ങിയിട്ടുണ്ട്. എന്തോ എനിക്ക് ഡ്യൂപ്പ് ഇറങ്ങിയിരുന്നോ? എങ്ങനെ? ഞാനല്ലടാ അയൺമാൻ, എങ്ങനെയാണ് എനിക്ക് ഡ്യൂപ്പ് ഇറങ്ങാൻ പോണേ? പറയടാ. ഇതാ മോനെ, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ, ഞാൻ ഇപ്പം ശരിയാക്കി തരാം എല്ലാം. ഞാൻ ഇവിടുത്തെ മന്ത്രി ആവാൻ പോകുന്ന ആളാണെന്ന് നിനക്കറിയാമല്ലോ. എല്ലാം ശരിയാക്കാം നമുക്ക്. അപ്പം നിങ്ങളെല്ലാം ശരിയാക്കുമല്ലോ. ശരിയാക്കി നിങ്ങൾക്ക് തന്നെ വോട്ട് തരാം. ഇതാ മക്കളെ, അവൻ്റെ ലൊക്കേഷൻ അയച്ചോളാം. ഞാൻ ഇപ്പോൾ പോയി അവന്മാരെ ശരിയാക്കിയിട്ട് വരാം. മറ്റേ നമ്മുടെ അയൺമാൻ്റെ ഡ്യൂപ്പ് ഇറങ്ങില്ലായിരുന്നു, അവൻ്റെ ലൊക്കേഷൻ ഇടാ. അവൻ്റെ പേര് ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണേ. മോനെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്, ഞാൻ അവനെ പിടിച്ച് ശരിയാക്കിയിട്ട് വരാം. മോൻ ജസ്റ്റ് വെയിറ്റ് ചെയ്യും കേട്ടോ. എന്തെന്നാ എല്ലാം ശരിയായോ? ഇല്ലടാ മോനെ, എനിക്ക് വെറുതെ ഇടി കിട്ടിയെന്നല്ലാതെ വേറെ ഒന്നും തന്നില്ല. അവന് ഭയങ്കര പവറാണ്. തന്നെ എന്തിനു കൊള്ളാടോ? തനിക്ക് ഞാൻ ഒരു വഹ തരാൻ പോകുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ തനിക്ക് വോട്ട് ചെയ്യാൻ പോകുന്നില്ല, മനസ്സിലായല്ല? ഇനി ഞാൻ തന്നെ അവൻ്റെ കാര്യം നോക്കിക്കോളാം, നിങ്ങളിങ്ങോട്ട് മാറ്. നീ അങ്ങോട്ട് തരണ്ട, ഞാൻ അങ്ങോട്ട് തന്നെ ഉണ്ട്. നീ ഏതോ മന്ത്രിനെയൊക്കെ വിളിച്ച് തന്നെ തല്ലാൻ വിട്ട് നീ അറിഞ്ഞല്ലോ. നീ തന്നെ ആയിരിക്കുമല്ലോ അത്, അല്ലടാ? എൻ്റെ അമ്മ ഒരു സിക്സ് പാക്ക് ഒക്കെ ഉണ്ടല്ലോ. എന്താണ് മസിലിവിന് ഓടെ തന്നെയായിരിക്കും ബൂത്തി. അണ്ണൻ തന്നെ ഇവിടെ നോക്കി കേട്ടാ. നിന്റെ അണ്ണനെ ഞാൻ നല്ലോണം കൊടുത്തായിരുന്നു. നിന്റെ അണ്ണനെ കുറച്ചും കൂടെ വേണമെങ്കിൽ വരാൻ പറയടേ, ഞാൻ കൊടുക്കാം. എൻ്റെ പൊന്നു സാറേ, എന്നോട് ക്ഷമി. അതേ തോട്ട് കിട്ടാൻ വന്നു പോയതാ. സാറിനോടൊന്ന് ക്ഷമിക്ക് സാറേ, ഞാൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോക്കോളാം സാറേ. നിനക്ക് ജീവൻ വേണമെങ്കിൽ ഞാൻ 10 എണ്ണി തീർക്കുന്നതിനോട് ഓടിക്കും, ഇല്ലെങ്കിൽ ഞാൻ ഇടിച്ച് സൂപ്പാക്കും, പറഞ്ഞേക്കാം. മോനെ, ഞാൻ നിന്റെ ഡ്യൂപ്പാണെന്ന് നീ വെറുതെ പറയണ്ട കേട്ടാ. എനിക്കാണ് നിന്നേക്കാൾ ശക്തി. ഇനി മുതൽ നീയാണ് എൻ്റെ ഡ്യൂപ്പ്, ഓക്കെ? അയ്യോ വേണ്ട സാറേ, എന്നാ ഇനി ഞാൻ സാറിൻ്റെ ഡ്യൂപ്പ്, സാർ ഒറിജിനലി. ഓക്കെ, എന്നെ വെറുതെ വിട്ടേ. ശരി 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 ഓക്കെ. നീ ഇത്രയൊക്കെ പറഞ്ഞോണ്ട് ഞാൻ എന്നെ വെറുതെ വിട്ടിരിക്കുന്നു മോനെ. അയ്യോ അച്ഛനോ? എന്താ അച്ഛൻ അവിടെ കാര്യം? അച്ഛൻ ഇപ്പം കാര്യമുണ്ട്. നിനക്ക് പുതിയ സ്യൂട്ട് ഞാൻ റെഡിയാക്കി തന്നെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ കയറി പട്ടിച്ചു കാണിക്കാമെന്ന് ഞാൻ സമ്മതിക്കത്തില്ല. മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോ നീ ഇപ്പം. ഓക്കെ അച്ഛാ, ഇപ്പം തന്നെ ഞാൻ ഒരു സ്ഥലം വിടുക. താങ്ക് യു സാർ, എന്നെ രക്ഷിച്ചതിന്. എൻ്റെ വോട്ട് സാറിനാണ്. ഞാൻ കള്ളയോട്ടായാലും സാറിന് ഈ പ്രാവശ്യം ജയിപ്പിച്ചിട്ട് അതൊന്നും പ്രശ്നമില്ല. ഇതൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ഇവിടെ മന്ത്രിയെന്നും പറഞ്ഞിട്ടിരിക്കണേ? മോനെ, നീയേ നിന്റെ ടവറിന്റെ കാര്യം ഒന്ന് നോക്കിക്കോ. ഞാനത് ബോംബ് വെച്ച് പൊട്ടിച്ചടാ. ഇറ്റ്സ് ദ റിവെഞ്ച് മോനെ, റിവെഞ്ച്.